അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഫർ 15, ഇന്ന് ജൂലൈ 30. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാമല്ലേ. തവാഫിലാണ്, തവാഫ് കഴിഞ്ഞു. അത് അൽഹംദുലില്ലാ മുകളിൽ ഇങ്ങനെ തവാഫ് നടക്കുകയാണ് കേട്ടോ. താഴത്തിങ്ങനെ നമുക്ക് കാബാല ഇവിടുന്ന് കാണാം. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ഇവിടുന്ന് ഇനി നിങ്ങൾ കണ്ണറിയ കാബാലയം കാണാം കേട്ടോ. പടച്ചറബിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് എപ്പോഴും പറയുന്നതാണ് കാബാലയം കാണുമ്പോൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. ഏതായാലും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു റാഹത്തും റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, കല്യാണം കഴിയാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ കുറേ പേരുണ്ട്. അതുപോലെ പഠനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. പഠിച്ചവനെ അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ നല്ല വഴികൾ അള്ളാഹു തുറന്നു കൊടുത്ത് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുത്ത് ഉന്നത വിജയത്തിലെത്തിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് എപ്പോഴും ആരോഗ്യ ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ 79ൻ്റെ ഈ ഭാഗത്ത് കൂടി കടന്നു പോവാണ്. ഇവിടെ കണ്ടോ ക്ലീനിങ് ഒക്കെ നടക്കുന്നത് കണ്ടോ. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. നമുക്ക് ഉള്ളിലുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഇത് 62 ബാബുൽ ഉമറിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ ഭാഗം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 79ൻ്റെ നേരെ കുബ്ബയുടെ താഴ്ഭാഗത്താണ്. ഞാൻ മുകൾ ഭാഗത്താണുള്ളത്. അത് 79ാം ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. നേരെ കാബാലയത്തിലേക്ക് വരുന്ന വഴിയാണ്. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രഭാതത്തിൽ കണ്ടോ. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പള്ളിയുടെ മുകൾ ഭാഗത്താണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ആ ഭാഗത്തുകൂടി ഇങ്ങനെ പോവാണ് കേട്ടോ.